ജീവിതം ഒരു കലോത്സവം, ജീവിതം ഒരു കലോത്സവം. കലകളുടെ താളമേളങ്ങളാൽ മനസ്സുകളിൽ ദേവനടനമാടാം. ഹൃദയമൊരു സ്നേഹതീരമായ ജന്മമേ സാഫല്യമായി. ഈ ജീവിതം ഒരു കലോത്സവം. ഓം ശാന്തി. ജീവിതം ഒരു കലോത്സവം. ജീവിതം ജീവിക്കുമ്പോൾ അതിനെ എങ്ങനെ നമുക്ക് ഉത്സവമാക്കി മാറ്റാം? കലോത്സവം എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, കലകളുടെ എല്ലാം പ്രദർശനം നടത്തുന്ന ഒരു ഉത്സവം, ഒരാഘോഷമാണത്. ഉത്സവം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് അർത്ഥം? നമുക്ക് ഉന്മേഷവും ഉത്സാഹവും പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ ജീവിതത്തെ ഉത്സവപൂർണ്ണമാക്കുക അർത്ഥം എന്താണ്? ജീവിതം ജീവിക്കുന്ന എനിക്ക് സ്വയം ഉന്മേഷത്തിലും ഉത്സാഹത്തിലും ഇരിക്കാനുള്ള ഊർജം ഉണ്ടായിരിക്കണം. എന്നിൽ നിന്നുണ്ടാകുന്ന ഓരോ ചിന്തയും വാക്കിലും കർമ്മത്തിലും ആ ഊർജം ഒഴുകുമ്പോൾ ആ ഊർജം ഒഴുകി ആരുടെയൊക്കെ അടുത്ത് എത്തിച്ചേരുന്നു, എന്നോടൊപ്പം കാര്യവ്യവഹാരത്തിൽ ഏർപ്പെടുന്ന ഓരോരുത്തർക്കും ഉന്മേഷവും ഉത്സാഹവും ഊർജവും പോസിറ്റീവ് എനർജി എനിക്ക് പ്രദാനം ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ എനിക്ക് എൻ്റെ ജീവിതത്തെ ഉത്സവമാക്കി മാറ്റാൻ കഴിയും. പക്ഷെ ജീവിതം അങ്ങനെ ഉത്സവമാകണമെങ്കിൽ ജീവിതം ജീവിക്കാനുള്ള കല നമ്മൾ അറിഞ്ഞിരിക്കണം. ആ കലയിൽ നമുക്ക് നൈപുണ്യം നേടാനും കഴിയണം. ഉദാഹരണത്തിന് ഇപ്പം നമുക്ക് ഒരു ചിത്രകാരൻ, ആ ചിത്രകാരൻ്റെ കയ്യിൽ പല നിറത്തിലുള്ള ചായക്കൂട്ട് കിട്ടാണ്. ആ ചായക്കൂട്ട് ഒരു ബ്രഷ് ഉപയോഗിച്ച് അദ്ദേഹം ഒരു സുന്ദരമായ ചിത്രം ആദ്യം ആ ചിത്രത്തിൻ്റെ രൂപരേഖയുണ്ടാക്കിയതിന് ശേഷം ആ ചിത്രത്തിൽ കണ്ണെവിടെ, മൂക്കെവിടെ, അല്ലെങ്കിൽ കാത് എവിടെ, ഇനി ഓരോന്നിനും ഓരോ അവയവങ്ങൾക്കും വേണ്ടിയിട്ട് ഏത് നിറങ്ങൾ എത്രത്തോളം അളവിൽ ഉപയോഗിക്കണം, അതിനുള്ള പരിജ്ഞാനം ആ ചിത്രകാരനുണ്ടായിരിക്കും. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ നമ്മൾ ആർട്ടിസ്റ്റ് എന്ന് പറയണേ, ചിത്രകാരൻ എന്ന് പറയണേ അല്ലേ? ആ വിജ്ഞാനത്തോടു കൂടി അത് ചെയ്യുക. അതേതൊരു കർമ്മം അതിൻ്റെ വിധിപൂർവം വിധിയെ മനസ്സിലാക്കി ചെയ്യുമ്പോൾ, ആ വിധി മനസ്സിലാക്കി ചെയ്യുമ്പോൾ മാത്രമേ ആ കർമ്മം ഒരു കലയായിട്ട് മാറുള്ളൂ. അപ്പോഴേ ആ ചിത്രകാരൻ ആ ചിത്രം വരയ്ക്കുന്ന, തയ്യാറാക്കുന്ന ആ പ്രോസസ്സിൽ സ്വയം സന്തോഷിക്കാനും ആനന്ദിക്കാനും തൻ്റെ കർമ്മത്തിലൂടെ സ്വയവും സന്തോഷം കിട്ടും. അതേപോലെ ആ ചിത്രം പൂർണ്ണതയുള്ളതായിട്ട് മാറുമ്പോൾ മാത്രമേ ഏത് നിറം എവിടെ ഉപയോഗിക്കണമോ അവിടെ തന്നെ പ്രോപ്പറായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ കാണുന്നവർക്ക് ഓരോരുത്തർക്കും ആ ചിത്രം കൊണ്ടും സന്തോഷം, ഊർജം കൊടുക്കാൻ കഴിയുകയുള്ളൂ. ഇപ്രകാരമല്ലേ നമ്മുടെ ജീവിതവും? സർവശക്തിവാനായ ഈശ്വരൻ നമുക്ക് എല്ലാവർക്കും വിവിധ നിറത്തിലുള്ള ചായക്കൂട്ടുകളടങ്ങിയ ഒരു ബോക്സ് പോലെയാണ് നമ്മുടെ ജീവിതം തന്നിരിക്കണം. നമ്മൾ നമ്മുടെ ഈ ശരീരത്തിലേക്ക് നോക്കൂ, എത്ര അവയവങ്ങളാണ്. ഈ ഓരോ അവയവം, കണ്ണും കാതും മൂക്കും നാക്കും തൊക്കും കൈകാലുകളും ഓരോ ഇന്ദ്രിയങ്ങളും ഉപയോഗിച്ച് നമുക്ക് ഏറ്റവും അനുയോജ്യമായ പ്രോപ്പറായ വിധിയിലൂടെ നമുക്ക് കർമ്മം ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ നാവുകൊണ്ട് നല്ല വാക്കുകൾ പറയാം, ഈ കണ്ണുകൊണ്ട് നമുക്ക് കാണേണ്ടത് കാണാം, കേൾക്കേണ്ടത് കേൾക്കുക, പറയേണ്ടത് പറയുക, ചെയ്യേണ്ടത് ചെയ്യുക, ഇപ്രകാരം നമ്മൾ വിധിപൂർവം ഈ ഓരോ കർമ്മേന്ദ്രിയങ്ങളെ ഉപയോഗിക്കുകയാണെങ്കിൽ ഓരോ കർമ്മവും നമുക്ക് കല പോലെയാക്കി മാറ്റാൻ, എഴുതുന്നത്, വായിക്കുന്നത്, പെരുമാറുന്നത്, നമുക്ക് ഓരോ കർമ്മവും കലയാക്കി മാറ്റാൻ കഴിയും. പക്ഷേ അതിനുള്ള വിജ്ഞാനം, പരിജ്ഞാനം, അവബോധം നമുക്കുണ്ടായിരിക്കണം. ആ അവബോധത്തെയാണ് ജീവിതം ജീവിക്കാനുള്ള കല എന്ന് പറയണത്. അങ്ങനെ ജീവിതം ജീവിക്കാനുള്ള കലയുടെ പേരാണ് യോഗി ജീവിതം, അല്ലെങ്കിൽ സ്പിരിച്വൽ സയൻസ്. ഒരു നർത്തകിക്ക് നൃത്തം ചെയ്യാൻ അറിഞ്ഞ് നല്ലൊരു സുപ്രസിദ്ധ നർത്തകിയായിട്ട് മാറണമെങ്കിൽ നാട്യകല അറിഞ്ഞിരിക്കണം. ഒരു സംഗീതജ്ഞന്, ഒരു നല്ല പാട്ടുകാരന് സംഗീതത്തിൻ്റെ ശാസ്ത്രം അറിഞ്ഞിരിക്കണം. പാട്ടുകാർ ധാരാളമുണ്ട്, നർത്തകിമാർ ധാരാളമുണ്ട്. പക്ഷേ ഏറ്റവും പ്രസിദ്ധരായ, ലോകപ്രശസ്തി ആർജിക്കുന്ന ഒരു പാട്ടുകാരനായിട്ട് അല്ലെങ്കിൽ ഒരു നർത്തകിയായിട്ട് മാറുക എന്നുണ്ടെങ്കിൽ അതിൻ്റെ വിധിപൂർവം ആ വിധിയെ മനസ്സിലാക്കി, ശാസ്ത്രം മനസ്സിലാക്കി ചെയ്യുകയും നിരന്തര അഭ്യാസം ചെയ്യുകയും വേണം. അപ്പോഴാണ് അറിവും അഭ്യാസവും കൂടി ചേരുമ്പോഴാണ് ഒരു
പ്രസിദ്ധി ആർജിച്ച നർത്തകനായി, നർത്തകിയായി, അല്ലെങ്കിൽ ഒരു ഗായകനായിട്ട് മാറാൻ കഴിയുന്നത്. ഇതുപോലെ നമുക്കെല്ലാവർക്കും നാവുണ്ട്, നമ്മളെല്ലാവരും സംസാരിക്കുന്നുണ്ട്. പക്ഷേ സംഭാഷണം ഒരു കലയാകണം. പെരുമാറുന്നുണ്ട്, നമ്മളെല്ലാവരും പെരുമാറുന്നുണ്ട്, രാവിലെ മുതൽ വീട്ടിലുള്ളവരോട്, നാട്ടിലുള്ളവരോട്, ജോലി സ്ഥലത്ത്. പക്ഷേ നമ്മുടെ പെരുമാറ്റവും നമുക്കൊരു കലയാക്കി മാറ്റാൻ കഴിയണം. അപ്പോഴാണ് നമ്മൾ യോഗി ജീവിതം ജീവിക്കുന്നവരെന്ന് അവരെയാണ് പറയുന്നത്. അതായത് ജീവിതം ജീവിക്കാനുള്ള ശാസ്ത്രത്തിൻ്റെ പേരാണത്. അതിനെയാണ് സ്പിരിച്വൽ സയൻസ് എന്ന് പറയുന്നത്. ആ സ്പിരിച്വൽ സയൻസ്, ആധ്യാത്മിക ശാസ്ത്രം മനസ്സിലാക്കി ജീവിക്കുമ്പോഴാണ് ജീവിതത്തിൽ നമുക്ക് സന്തുലനം, ബാലൻസിങ് ഉണ്ടാകണം. നിങ്ങൾ പലപ്പോഴും സർക്കസ് കണ്ടിട്ടുണ്ടാവും. അപ്പം നമ്മൾ സർക്കസ് കാണാൻ പോകുമ്പോൾ ആ സർക്കസിലെ അഭ്യാസി ഒരു കയറിൽ കൂടി നടന്നു നീങ്ങുന്നത് കാണുമ്പോൾ, ആ കയറ് വെറും 2 തൂണിലായിരിക്കും, അങ്ങേയറ്റവും ഇങ്ങേയറ്റവും 2 തൂണുണ്ടാവും. അതിൻ്റെ ഇടയിൽ ആ കയറിലൂടെ നടന്നു നീങ്ങുന്നത് കാണുമ്പോൾ നമ്മളെല്ലാവരും ഇരുന്ന് കൈയടിക്കും, ഇല്ലേ? അഭ്യാസി ആ കയറിലൂടെ നടക്കുന്നത് എങ്ങനെയാണ്? നമ്മളെ കൈവീശി കാണിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ താഴെ ഇരുന്ന് ആർപ്പുവിളി നടത്തും. നമ്മളാരും ആ സമയത്ത് ചിന്തിക്കാറില്ല, അയ്യോ അയാൾ കയറിലൂടെ നടക്കുകയല്ലേ, താഴെയെങ്ങാനും വീഴുമോ, എന്തെങ്കിലും സംഭവിക്കുമോ. നമുക്ക് ഈ ചിന്തയില്ല, വ്യാകുലതയില്ല, ടെൻഷനില്ല. എന്താ കാരണം? നമുക്കറിയാം അഭ്യാസിയാണ് അദ്ദേഹം, പ്രാക്ടീസുണ്ട്. അതുകൊണ്ട് ആ കയറിലൂടെ നടന്ന് നീങ്ങുന്ന ആ ദൃശ്യം ഒരു കല പോലെ ആസ്വദിക്കുകയാണ് നമ്മളവിടെ. അദ്ദേഹവും സന്തോഷത്തോടെയാണ് ചെയ്യുന്നത്, നമ്മളും അത് ആസ്വദിച്ചുകൊണ്ടാണ് കാണുന്നത്. ഒരു തരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ അഭ്യാസിയെ സംബന്ധിച്ചിടത്തോളം ആ അഭ്യാസ പ്രകടനം അയാളുടെ ഉപജീവനമാണ്, വരുമാന മാർഗമാണ്. പക്ഷെ അതിലൂടെ നമുക്ക് സന്തോഷവും കിട്ടുന്നുണ്ട്. കാണുന്നവർക്ക് സന്തോഷം, അദ്ദേഹത്തിനത് ഉപജീവന മാർഗം. ഒരു പക്ഷേ ആ അഭ്യാസി ആ കയറിൽ നടന്ന് നീങ്ങുമ്പോൾ ഇത്തിരി ബാലൻസ് തെറ്റിയാൽ എന്താ സംഭവിക്കണേ? ഒന്നീ ഇടത്തോട്ട് വീഴുമോ, അല്ലെങ്കിൽ വലത്തോട്ടോ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് വീണു എന്നിരിക്കട്ടെ, താഴെ വീണാൽ ജീവിതം തന്നെ വേണമെങ്കിൽ ഇല്ലാതായി പോകും, ഇല്ലേ? ഇതുപോലെ തന്നെയല്ലേ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവും ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു കയറിലൂടെ നടന്നു നീങ്ങുന്നത് പോലെ തന്നെയാണ്. സന്തുലനം വേണം, ബാലൻസിങ് വേണം. ജീവിതത്തിൻ്റെ ബാലൻസിങ് എന്താണ്? നമ്മൾ നമ്മുടെ തലച്ചോറിൽ നോക്കിയാൽ തന്നെ നമ്മുടെ ഈ ശരീരത്തിൻ്റെ ഘടന തന്നെ നമുക്ക് എത്ര പ്രോപ്പറായിട്ടാണ് ഇതിൻ്റെ ഘടന നടന്നിരിക്കുന്നത്. തലച്ചോറിന് 2 ഭാഗമുണ്ട്, ഒന്ന് ലെഫ്റ്റ് ബ്രെയിൻ, മറ്റൊന്ന് റൈറ്റ് ബ്രെയിൻ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വൈകാരിക നിയന്ത്രണം, അതേപോലെ നമ്മുടെ വിചാരങ്ങളുടെ നിയന്ത്രണം, ഇത് രണ്ടും 2 സൈഡിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വൈകാരിക നിയന്ത്രണവും വൈചാരിക നിയന്ത്രണവും രണ്ടും ബാലൻസിൽ പോകുമ്പോൾ, അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു മിടുക്കനായ സർജൻ, ആ സർജനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പരിജ്ഞാനമുണ്ട് ശസ്ത്രക്രിയയുടെ. പക്ഷേ തൻ്റെ മകന് തന്നെ ഒരു ശസ്ത്രക്രിയ നടത്തേണ്ടി വരികയാണെന്നിരിക്കട്ടെ, അവിടെ എന്ത് സംഭവിക്കും? ആ സർജന് തൻ്റെ ഇമോഷൻസിനെ, വികാരങ്ങളുടെ മേലെ, ഫീലിങ്സുകളുടെ മേലെ നിയന്ത്രണം ഇല്ല എന്നുണ്ടെങ്കിൽ കത്രിക എടുത്തിട്ട് ആ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഉപയോഗിച്ച് തൻ്റെ മോന് വേണ്ടിയിട്ടൊരു ശസ്ത്രക്രിയ നടത്തി ആ ജീവിതം രക്ഷിക്കാൻ കഴിയില്ല. അപ്പോഴാണ് പലപ്പോഴും പല ഡോക്ടർമാരും തൻ്റെ മകനോ ഭാര്യയ്ക്കോ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ തന്നേക്കാൾ സാമർഥ്യം കുറഞ്ഞ ഡോക്ടേഴ്സാണെങ്കിൽ പോലും അവരുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ചികിത്സിക്കുന്നത്, സർജറി ചെയ്യിക്കും. അതേസമയം വൈകാരിക നിയന്ത്രണം നമുക്കുണ്ടെങ്കിൽ ആ സർജന് എൻ്റെ മോൻ ഇത് സംഭവിച്ചു, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ സംഭവിച്ചു, ആ ഇമോഷൻസിൻ്റെ മേലെ നമുക്ക് കൺട്രോൾ ഉണ്ടെങ്കിൽ താൻ പഠിച്ച സർജറിയുടെ വിദ്യ, ആ ഇൻ്റലക്ച്വൽ ബ്രെയിൻ അവിടെ ഉപയോഗിച്ചാൽ, താൻ നേടിയ പരിജ്ഞാനം ഉപയോഗിച്ച് ഈ ലോകത്തിൽ തനിക്ക് രക്ഷിക്കാൻ പറ്റുന്ന വ്യക്തികളിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് എൻ്റെ മോൻ അല്ലെങ്കിൽ എൻ്റെ ഭാര്യ. അപ്പോൾ അവരുടെ തന്നെ ജീവിതത്തെ രക്ഷിക്കാൻ ഒരു ഓപ്പറേഷൻ നടത്താൻ കഴിയുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സാഫല്യമായിട്ട് മാറും. അപ്പോൾ അവിടെ നമ്മുടെ ഇൻ്റലക്ച്വൽ ബ്രെയിൻ്റെയും ഇമോഷണൽ ബ്രെയിൻ്റെയും ബാലൻസിങ് വേണം. ആ ബാലൻസിങ്ങിന് വേണ്ടി, ആ സന്തുലനത്തിന് വേണ്ടിയിട്ട് അവിടെയാണ് നമുക്ക് സ്പിരിച്വൽ കോഷ്യൻ്റ് വർക്ക് ചെയ്യുന്നത്. ആധ്യാത്മിക ശാസ്ത്രം നമുക്ക് നമ്മുടെ വൈകാരികമായ നിയന്ത്രണവും അതേപോലെ നമ്മുടെ ബുദ്ധി,
എവിടെ ബുദ്ധി ഉപയോഗിക്കണം അവിടെ ബുദ്ധിയെ ഉപയോഗിക്കാൻ, എവിടെ വികാരങ്ങളുടെ മേലെ നിയന്ത്രണം കൊണ്ടുവരണം അവിടെ നിയന്ത്രണം കൊണ്ടുവരാൻ. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ബാലൻസിങ്ങിന് നമുക്ക് ആധ്യാത്മിക ജീവിത ശാസ്ത്രത്തിൻ്റെ ആവശ്യമുണ്ട്. അതാണ് ആത്മീയതയുടെ ആവശ്യം. മിക്കവാറും ആൾക്കാരെന്ത് വിചാരിക്കുമോ ആധ്യാത്മികതയോ അത് നമുക്ക് വയസ്സായവർക്ക് ആർക്കോ ഉള്ളതാണ്, പ്രായമാകുമ്പോൾ ഉപയോഗിക്കാനുള്ളതാണ്. യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ സന്തുലനത്തിനുള്ള ശാസ്ത്രമാണത്. ആ ശാസ്ത്രം മനസ്സിലാക്കി ജീവിക്കുമ്പോഴാണ് നമ്മളൊരു കുടുംബസ്ഥനാണെങ്കിൽ കുടുംബ കാര്യങ്ങൾ നമ്മൾ നിറവേറ്റും, പക്ഷെ നമുക്കൊരു ട്രസ്റ്റിയെ പോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്കൊരിക്കലും നമ്മുടെ കാര്യനിർവഹണത്തിനിടയിൽ ആസക്തി ഉണ്ടാവില്ല. അനാസക്ത ഭാവത്തോടെ തൻ്റെ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയും. അപ്പോഴാണ് ഒരു കുടുംബസ്ഥനെ കർമ്മയോഗി എന്ന് പറയുന്നത്. യോഗിയെ പോലെ കർമ്മം ചെയ്യുന്ന ആൾ, കുടുംബജീവിതം നയിക്കുന്ന ആൾ. അതേപോലെ ഒരു ഭരണാധികാരി, ജനകനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, രാജാവായിരുന്നു, പക്ഷെ കർമ്മയോഗിയായിരുന്നു. അനാസക്ത ഭാവത്തോടെ തൻ്റെ കർമ്മം പൂർണ്ണതയോടെ നിർവഹിക്കാൻ കഴിയുന്ന വ്യക്തിത്വം അല്ലേ. അപ്പം അതേപോലെ ഒരു അച്ഛനമ്മ തൻ്റെ മക്കളെ വളർത്തുമ്പോൾ കുട്ടികളെ സ്നേഹത്തോടെ പരിപാലിക്കണം, പക്ഷേ മക്കളോട് നമുക്ക് മോഹം ഉണ്ടാകരുത്, അറ്റാച്ച്മെൻ്റ് ഉണ്ടാകരുത്. അറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ തെറ്റുകളെ സമയാനുസൃതം തിരുത്താൻ കഴിയില്ല, പോട്ടെ പറയും. അതേ തെറ്റ് വേറൊരു കുട്ടി ചെയ്താൽ അവർ ശരിയല്ല പറയും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട സ്നേഹം വേണം, പക്ഷേ മോഹം പാടില്ല. ജീവിക്കാൻ നമുക്ക് പൈസ സമ്പാദിക്കണം, പക്ഷേ പൈസ സമ്പാദിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടേ ധനം സമ്പാദിക്കുക എന്ന് പറയുന്ന ആർത്തിക്ക് നമ്മൾ അടിമയാകരുത്. അങ്ങനെ സംഭവിക്കുമ്പോഴെന്ത് സംഭവിക്കും? ധനത്തോട് ആസക്തി വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് നമ്മൾ ധനത്തിൻ്റെ പിന്നാലെ പോകുമ്പോൾ അവിടെയാണ് നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങളിൽ പോലും മായം ചേർക്കാൻ മടിക്കില്ല. ഒരു കർഷകൻ കീടനാശിനി അമിതമായി ഉപയോഗിക്കുക, ആ ആഹാര സാധനങ്ങളിലെല്ലാം, പഴങ്ങളിലോ പച്ചക്കറിയിലോ എല്ലാം അളവിൽ കൂടുതൽ കീടനാശിനി ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഒരു ഡോക്ടർ ഒരു രോഗിയുടെ കിഡ്നി പോലും മോഷ്ടിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുക. ഇപ്രകാരം ഇന്ന് നമ്മൾ സമൂഹം നേരിടുന്ന തരത്തിലുള്ള എല്ലാ അപജയങ്ങളുടെയും കാരണം ഈ ആർത്തിയാണ്. ജീവിക്കാനുള്ള പൈസ സമ്പാദിക്കാൻ നമുക്കിതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അധ്വാനത്തിലൂടെ നമുക്ക് കിട്ടും. പക്ഷെ ആർത്തിക്ക് വേണ്ടി പോകുമ്പോഴാണ് നമുക്കിങ്ങനെ വഴിവിട്ട് സഞ്ചരിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് നമുക്കേവർക്കും നമ്മുടെ ജീവിതത്തെ ഒരു കലയാക്കി മാറ്റാം.